ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേറ്റസ്റ്റ് കാക്കാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് MG വിൻസറാണ്. അത് എൻ്റെ ഒരു വാഹനവും കൂടിയാണ്. ഞാനൊരു 3 months ആയി ഒരു വാഹനം എടുത്തിട്ട്. 3 months കഴിഞ്ഞ് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും കൂടി എടുത്തൊരു വാഹനമാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മളൊരു വാഹനം എടുത്താണ്. ഇലക്ട്രിക് യുഗമാണല്ലോ ഇപ്പോൾ, നമുക്ക് കൂടുതൽ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു വിൻസറാണ് ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. പക്ഷേ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു വാഹനം തന്നെയാണ്. നല്ല അടിപൊളി ഡ്രൈവും കാര്യങ്ങളും കംഫർട്ടൊക്കെ തരുന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് 2 യൂസർ റിവ്യൂ ആണ്. ഒന്ന് എൻ്റെതും ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് മാക്സിമം നമ്മൾ കമ്പനി പറയുന്നത് 320 ഒരു മൈലേജാണ് പറയുന്നതെങ്കിലും എനിക്ക് കിട്ടുന്നത് 240 ഒരു റേഞ്ചാണ് നമുക്ക് ഈ ഒരു വാഹനം MG വിൻസർ നമുക്ക് തരുന്നത്. ഇത് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നൊരു ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. എനിക്ക് ആ ഒരു ടൈമിൽ നല്ലൊരു ഓഫറിൽ എനിക്ക് തന്നതാണ്. അത് നമ്മുടെ ഫോർച്യൂൺ മലയാളം എന്ന് പറയുന്നൊരു ഷോറൂമിലാണ് നമ്മൾ ഈ വാഹനം എടുത്തത്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഓഫേഴ്സിൽ ഈ ഒരു വാഹനം തന്നതാണ്. ഞാൻ ഭയങ്കര ഒരു ഹാപ്പിയാണ്. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒരു വാഹനം ഓടിക്കാനായിട്ട്. പിന്നെ പോസിറ്റീവാണ് ഞാൻ ഇപ്പോൾ പറയണത്. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ, ഇതിൻ്റെ ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ച് സസ്പെൻഷൻ്റെ കാര്യത്തിൽ കുറച്ച് മോശമാണ്. പക്ഷേ ബാക്കി ഓൾ ഓവറായിട്ട് നമുക്ക് എടുത്ത് പറയണമെങ്കിൽ വണ്ടി ഭയങ്കര കംഫർട്ടാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഭയങ്കര ലക്ഷറി ഫീൽ തരുന്നൊരു വാഹനമാണ് വിൻസർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ റിവ്യൂ എന്നൊരു യൂസർ റിവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. അവനാണ് കൂടുതൽ കുറച്ചും കൂടി ഓടിക്കാറുള്ളത്. ഞാൻ 1-2 വട്ടം കോഴിക്കോട് മാത്രം ഈ ഒരു വാഹനമായിട്ട് പോയി. ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം ചാർജ് പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുക. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ബോറടിക്കുമ്പോൾ ചായ കുടിക്കാനുള്ളൊരു ടൈമിൽ നമ്മൾ ഈ ഒരു വാഹനം ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അങ്ങനെയാണല്ലോ ഈ വീഡിയോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. MGയിൽ എന്താ MGക്കാർക്ക് ഈ ഒരു വാഹനം വന്നതോടെയാണ് അവർക്കൊരു ചേഞ്ച് വന്നത്. വിൻസർ വന്നതോടെയാണ് ലേണിംഗ് പോയിന്റ് വന്നത് MGക്ക് വന്നത്. അത്യാവശ്യം നല്ലൊരു വാഹനമാണ് വിൻസർ. ഇനി എടുക്കാൻ ആഗ്രഹമുള്ളവർക്കും വിൻസർ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊന്ന് ഹാങ് ആവാറുള്ളൊരു കാര്യം ഞാനത് എടുത്തു പറയും. അത് ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ വാഹനം തന്നെയാണ്. നമുക്കെന്താണെന്ന് വെച്ചാൽ ചവിട്ടി ഓടിക്കാനൊക്കെ ആ ഒരു ഫീല് ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം ഒരു രക്ഷയില്ല. അത് ഞാനെപ്പോഴും എല്ലാവരുടെ അടുത്തും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ എന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഈ ഒരു വിൻസർ എന്ന് പറയുന്നൊരു മോഡൽ. ഇത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുതിയൊരു മോഡലും കൂടി ഇറങ്ങി, പ്രോ എന്ന് പറഞ്ഞാൽ അഡാസ് ലെവൽ. നമുക്ക് ഈ ഒരു വാഹനത്തിൽ അഡാസ് ഒന്നുമില്ല. നമുക്ക് അഡാസ് ലെവൽ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ളൊരു വാഹനമാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയത് പ്രോ എന്ന് പറയുന്നത്, അതിന് 21 lakhs ആണ് ഇപ്പോൾ പ്രൈസ് വരുന്നത്. ഞാൻ എടുത്തപ്പോൾ ഒരു 18 അതിലെനിക്ക് ഓഫേഴ്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയത്. ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഇത്രയും നാളായിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ ചെയ്യാതിരുന്നത് കുറച്ച് ഓടിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ എത്ര ഓടിയെന്ന് ചോദിച്ചാൽ ഒരു 11,000 കിലോമീറ്റർ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബ്രദർ. അപ്പോൾ ബ്രദർ പേര് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സാഹിൽ. ഓക്കെ, നീ അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഒന്ന് പറ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത്. അപ്പോൾ നമ്മൾ രണ്ടുപേരാണല്ലോ ഒരു വാഹനം എടുത്തത്. അപ്പോൾ നീ ഓടിച്ചതിൻ്റെ ഒരു എല്ലാവർക്കും ഒരു റിവ്യൂ കാര്യങ്ങൾ. ഞാനിപ്പോ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് 3 months മേലെയായി. അപ്പോ വണ്ടി എടുത്തതിന് പുറമെ എനിക്ക് വളരെയധികം പ്രതീക്ഷിക്കാനുള്ള പുറമെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എൻ്റെ മൈലേജും കംഫർട്ടും കൂടിയിട്ടാണ്. പിന്നെ നിനക്ക് ഒരു ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് എങ്ങനെയാണ് കൂടുതൽ? നമ്മുടെ അറിയാലോ MGന്റെ ഒരു പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ കേരള ഡെവലപ്ഡ് ആയിട്ട് വരണുള്ളൂ. അപ്പൊ ഞാനിപ്പോ 2-3 പ്രാവശ്യം കാലിക്കട്ട് പോയി. അപ്പോൾ ഒരു ചാർജിങ്ങിന്റെ ഒരു കംഫർട്ടബിലിറ്റി നമ്മളത് കറക്റ്റ് പ്ലാൻ ചെയ്ത് പോകണമെന്നുള്ളൂ. ഇന്നൊരു പ്ലേസിൽ ഇന്നൊരു ഷാർപ്പ് ടൈമിൽ അവിടെ പോയി ചാർജ് ചെയ്യണം, ചാർജ് ഇന്ന പോലെ ചെയ്യണം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ കൂടി തന്നെ നമുക്ക് ഒരു ടൈം കേപ്പബിലിറ്റി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. കാരണം അത്രത്തോളം മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇന്നത്തെ നമുക്ക്. പക്ഷെ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതെ അതെ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അത് എപ്പോഴും ഇടയ്ക്ക് ഹാങ് ആവാറുണ്ട്. അത് നുണ പറയാതിരിക്കാൻ പറ്റില്ല. ഇല്ല, അത് നമ്മളുടെ യൂസേഴ്സ്, വണ്ടിന്റെ തന്നെ വേറെ പല യൂസേഴ്സ് എല്ലാവർക്കും കേൾക്കുന്നൊരു സംഭവമാണ് ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂ. അത് നല്ല രീതിയിലുണ്ട്.
പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ Bug, ഇഷ്യൂസ് അല്ല, വലിയ ചെറിയൊരു issue അല്ല, ബഗ് ചെറിയ നമ്മള് ബഗ്ഗുകൾ കണ്ടിന്യൂസ് യൂസിൽ ഇടയ്ക്ക് അതെ. ചെറിയൊരു സോഫ്റ്റ്വെയർ ബഗ് വരുന്നുണ്ട്. നമ്മൾ ഈ ഫോണിലൊക്കെ ഇവൻ യൂസ് ചെയ്യുന്ന പോലെ ചെറിയൊരു ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ. ഇവൻ തന്നെ അത് കണ്ടിന്യൂസ്ലി ഒന്നും ഇല്ല, അത് സ്പോട്ടിൽ തന്നെ റെക്ടിഫൈ ആവുന്നുണ്ട്. അതെ. പക്ഷെ നമുക്ക് സ്പോട്ടർ നമുക്കൊരു വൈബ് ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കട്ടായി പോകും. അത് മൊമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ റെഡി ആവും ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടുന്ന ഒരു 200-240 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടുന്നത്. കമ്പനി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 320 പറയെങ്കിലും നമുക്കത് കിട്ടാറില്ല. എനിക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നിനക്ക് കിട്ടുന്ന എത്രയാണെന്നൊന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 310 കിട്ടുന്നുണ്ട്. ഇവന് കിട്ടുന്നുണ്ട്. അതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വണ്ടി റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവൻ തന്നെ എന്റെ വണ്ടി ഇതുവരെ ചതിച്ചിട്ടൊന്നുമില്ല, ചാർജ് തീർന്നു പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ വന്നിട്ടില്ല. ഒരു ടൈമിൽ ഞങ്ങൾ ഇത്രയും ഒരു 3-4 മാസമായിട്ടുള്ളൂ ഇത്രയും ഇത് നമ്മൾ ചതിച്ചിട്ടില്ല. ആകെ സോഫ്റ്റ്വെയർ ഇഷ്യൂ മാത്രമേ ഉള്ളൂ ബാക്കി പറയാനായിട്ട്. ഒരു വണ്ടി എടുത്തപ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു. ഒരു സ്പോട്ടി ലുക്ക് എന്ന് വെച്ചാൽ ഫുൾ ഒരു ബ്ലാക്ക് വരുമ്പോൾ ഒരു ബീസ്റ്റ് ലുക്ക് നമുക്ക് വരും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുള്ളൊരു ബാക്കിലൊരു ബാറ്റ്മാൻ്റെ ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത്തിരി കൂടി സ്പോട്ടി ആയിട്ട് നമുക്ക് തോന്നും. ഈ ഒരു എന്താ പറയുക ഒരു ലുക്കാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ചിലവർക്ക് ഈ ഒരു വാഹനം തവള എന്ന് പറയും, പക്ഷേ അങ്ങനെയൊന്നുമല്ല, വണ്ടി അടിപൊളിയാണ്. അത് ഓടിച്ച് നോക്കുമ്പോഴേ അല്ലടാ. വണ്ടി ബ്ലാക്ക് ആണ്, ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് ഏതൊക്കെ മോഡലാണെന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഒബ്വിയസ്ലി അതിന്റെ സ്പോയിലർ ഡിസൈൻ തന്നെ കാണാൻ പറ്റും. അത് ബാറ്റ്മാന്റെ ഒരു ഫീൽ ഉണ്ട്. സോ എന്താണ് നമുക്ക് വണ്ടി എക്സ്ട്രാ ഭംഗിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഒരു ലുക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും നോട്ടിഫൈ ആവുന്നൊന്നുമില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് യൂസർ എനിക്കത് ഒരു വളരെ ഒരു കംഫർട്ടബിൾ എന്നല്ല, വിഷ്വലി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇതൊരു യൂസർ റിവ്യൂ ആയിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ ഫോർച്യൂൺ മലയാളത്തിൽ ഞാൻ റെഫർ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, നല്ലൊരു വാഹനമാണ് വിൻസർ എന്ന് പറയുന്നത്. MG വിൻസർ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് കാറായിട്ട് മാറിയിരിക്കുന്നതാണ്. എനിക്ക് ഓൾറെഡി ഒരു പെട്രോൾ ഹെഡ് വണ്ടി ഉണ്ട്, നമ്മുടെ പോളോ 1 ലിറ്റർ TSI ഉണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു EV യൂസും കൂടി ചെയ്യുന്നതുള്ളൂ. അത്യാവശ്യം ഭയങ്കര ഒരു ഫൺ ഡ്രൈവ് തന്നെയാണ് നമുക്ക് ഈ EV നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.